നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ വിസിറ്റ് വിസയിൽ എത്തിയവർ കാലാവധി കഴിയുന്നതിന് മുൻപ് രാജ്യം വിട്ടു പോയില്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരും. സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ആണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഫാമിലി വിസിറ്റ് വിസയിൽ എത്തിയവർ നേരത്തെ 1 വർഷം വരെ പുതുക്കി നിന്നിരുന്നു. അങ്ങനെയുള്ള പലരും 3 മാസത്തേക്ക് കൂടി പുതുക്കാൻ ശ്രമിച്ചപ്പോഴാണ് 2 ആഴ്ചത്തേക്ക് മാത്രം പുതുക്കി കിട്ടിയതും അത് കഴിഞ്ഞാലുടൻ രാജ്യം വിടാൻ നിർദ്ദേശം നൽകിയതും. കോവിഡ് മൂലം യാത്ര തടസ്സപ്പെട്ട സാഹചര്യത്തിൽ വിസിറ്റ് വിസ 1 വർഷത്തിന് മുകളിലേക്കും പുതുക്കി ലഭിച്ചിരുന്നു. 2 വർഷം വരെ ഇങ്ങനെ ലഭിച്ചവരുമുണ്ട്. 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ വിസിറ്റ് വിസ എടുത്ത് വന്നവരാണ് ഇങ്ങനെയുള്ളവരെല്ലാം. ഇവരുടെ വിസ കാലാവധി കഴിഞ്ഞതിന് ശേഷവും 3 മാസം വെച്ച് നിരവധി തവണ ഇത് പുതുക്കിയിരുന്നു. 100 റിയാൽ ഫീസും ഇൻഷുറൻസും മാത്രമാണ് ഇതിന് ചെലവ് വന്നിരുന്നത്. ഇത് നിരവധി കുടുംബങ്ങൾക്ക് അനുഗ്രഹമാവുകയും ചെയ്തിരുന്നു. ഇതാണ് ഇപ്പോൾ നിർത്തലാക്കിയത്. ഇനി മുതൽ എത്ര കാലത്തേക്കാണോ സന്ദർശക വിസ എടുക്കുന്നത് അത്ര കാലം മാത്രമേ നിൽക്കാൻ സാധിക്കൂ എന്നതാണ് നിബന്ധന. അതേസമയം 4 ദിവസത്തെ ട്രാൻസിറ്റ് വിസയുമായി UAE രംഗത്തെത്തിയിരിക്കുകയാണ്. മറ്റേതെങ്കിലും രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന വഴിയിൽ UAEയിൽ ഇറങ്ങി ഒന്ന് കറങ്ങണമെന്ന ആഗ്രഹമുള്ളവർക്ക് ഇത് ഉപകാരപ്പെടുക. ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പ്രസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ആണ് ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാർക്കായുള്ള 96 മണിക്കൂർ ട്രാൻസിറ്റ് വിസയുമായാണ് അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. UAEയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുന്നതിലും എന്തെങ്കിലും ബിസിനസ് മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതിനും മറ്റ് ഹ്രസ്വ സന്ദർശനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമാണ് ട്രാൻസിറ്റ് വിസകൾ. UAEയിലേക്ക് ഓൺ അറൈവൽ വിസ സൗകര്യമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും UAEയിലേക്ക് വിസ വേണ്ടതില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഒഴികെയുള്ള യാത്രക്കാർക്കാണ് ട്രാൻസിറ്റ് വിസ പ്രയോജനം ചെയ്യുക. ഇവർക്ക് എളുപ്പത്തിൽ UAEയിൽ സന്ദർശനം നടത്താൻ ഈ ട്രാൻസിറ്റ് വിസ ഉപകരിക്കുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.